എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിയുകയാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ആ ചരിത്ര നിമിഷം വന്നെത്തിയിരിക്കുന്നു. T20 ലോകകപ്പിലെ സൂപ്പർ 8 ഘട്ടത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടം ഇനി നിമിഷങ്ങൾക്കകം ആരംഭിക്കും. സ്റ്റേഡിയത്തിന്റെ അതിരുകൾ ഭേദിച്ച് അലയടിക്കുന്ന ഇന്ത്യ വിളികളും കടൽ തിരമാലകൾ പോലെ പാറിക്കളിക്കുന്ന ത്രിവർണ്ണ പതാകകളും കാണുമ്പോൾ തന്നെ ആരുടെയും രോമാഞ്ചം ഉണരും. ഇന്നത്തെ ദിവസം ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുകയാണെന്ന് ഉറപ്പാണ്. മത്സരത്തിന് മുൻപ് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ആ പിച്ചിലേക്കും ടോസിലേക്കുമായിരുന്നു. ഇതിഹാസ താരം രവി ശാസ്ത്രിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം സ്റ്റേഡിയത്തിൽ മുഴങ്ങിയപ്പോൾ ഇരു ടീമുകളുടെയും നായകന്മാർ മൈതാനമധ്യത്തെ എത്തി. ആയിരക്കണക്കിന് കാണികൾ ഹൃദയമിടിപ്പോടെ നോക്കി നിൽക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നാണയം വായുവിലേക്ക് തെറിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം ഹെഡ് എന്ന് വിളിച്ചെങ്കിലും ഭാഗ്യദേവത ഇത്തവണ പൂർണ്ണമായും ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു. നാണയം ടെയിലിൽ വീണു. ടോസ് നേടിയ സൂര്യകുമാർ യാദവ് ഒട്ടും മടിച്ചില്ല. ആദ്യമേ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ദക്ഷിണാഫ്രിക്കൻ ക്യാമ്പിന് ആദ്യ പ്രഹരം നൽകി. കാലാവസ്ഥ അതിമനോഹരമാണെന്നും ബാറ്റിംഗിനെ തുണയ്ക്കുന്ന പിച്ചിൽ ആദ്യം തന്നെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി എതിരാളികളെ തുടക്കം മുതൽക്കേ സമ്മർദ്ദത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയുമാണ് തങ്ങളുടെ തന്ത്രമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. ടോസ് ലഭിച്ചിരുന്നെങ്കിൽ താനും ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് മാർക്രവും നിസ്സഹായതയോടെ സമ്മതിച്ചു. എന്നാൽ യഥാർത്ഥ ഭൂകമ്പമുണ്ടായത് അതിനുശേഷമാണ്. തന്റെ പ്ലേയിംഗ് 11 പ്രഖ്യാപിച്ച സൂര്യകുമാർ യാദവ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ഉറക്കം കെടുത്തുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ടീമിൽ വരുത്തിയത്. ഇന്ത്യ ഈ മത്സരത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും എതിരാളികളെ നിഷ്കരുണം അടിച്ചൊതുക്കാൻ പോന്ന ഏറ്റവും അപകടകാരികളായ 11 പോരാളികളെയാണ് ഇന്ത്യ കളത്തിലിറക്കുന്നതെന്നും ഈ മാറ്റങ്ങൾ വിളിച്ചോതുന്നു. ഓപ്പണിംഗ് സ്ഥാനത്ത് ഒരു വമ്പൻ മാറ്റമുണ്ട്. കഴിഞ്ഞ ചില മത്സരങ്ങളിലായി തീർത്തും ഫോമൌട്ടായ അഭിഷേക് ശർമ്മയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സൂര്യകുമാർ യാദവ് ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. പകരം ആരാണ് വന്നിരിക്കുന്നതെന്നോ? ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരുടെ പേടി സ്വപ്നമായി മൈതാനത്തിന്റെ ഏത് കോണിലേക്കും അനായാസം കൂറ്റൻ സിക്സറുകൾ പറത്താൻ കഴിവുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ മാച്ച് വിന്നർമാരിലൊരാളായ നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ. അതെ, ഇഷാൻ കിഷനൊപ്പം വെടിക്കെട്ടു വീരൻ സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങുമ്പോൾ അതൊരു മരണമാസ് കോമ്പിനേഷനായി മാറും. സഞ്ജുവിനെ പോലൊരു വിനാശകാരിയായ ബാറ്റർ ക്രീസിലെത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരുടെ നെഞ്ചിടിപ്പ് കൂടുമെന്നുറപ്പാണ്. 3-ാം നമ്പറിൽ തിലക് വർമ്മയും 4-ാമനായി സാക്ഷാൽ സൂര്യകുമാർ യാദവും കളത്തിലിറങ്ങും. 5-ാം നമ്പറിൽ ഫിനിഷറുടെ റോളിൽ വാഷിംഗ്ടൺ സുന്ദരെത്തുമ്പോൾ 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും 7-ാമനായി സിക്സർ മെഷീൻ ശിവം ദൂബെയും 8-ാമനായി അക്സർ പട്ടേലും ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗ് നിരയെ ഛിന്നഭിന്നമാക്കാൻ തയ്യാറെടുക്കുന്നു. ബൌളിംഗ് നിരയും അതീവ മാരകമാണ്. 9-ാം നമ്പറിൽ അർഷ്ദീപ് സിംഗും 10-ാം നമ്പറിൽ ലോകത്തെ വിറപ്പിക്കുന്ന യോർക്കർ സ്പെഷ്യലിസ്റ്റ് ജസ്പ്രീത് ബുംറയും 11-ാം നമ്പറിൽ മാന്ത്രിക സ്പിന്നർ വരുൺ ചക്രവർത്തിയുമാണ് അണിനിരക്കുന്നത്. വൈകുന്നേരം കൃത്യം 7 മണിക്ക് ആരംഭിക്കുന്ന ഈ മത്സരം രാത്രി 11 മണിയോടെ അവസാനിക്കുമെന്നത് ഇന്ത്യൻ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഈ പോരാട്ടത്തിൽ ഇന്ത്യ വിജയിച്ചാൽ അത് കോടിക്കണക്കിന് ആരാധകർക്ക് ഇരട്ടി മധുരമാകും. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങൾക്ക് ഈ മത്സരം തത്സമയം ലൈവ് സ്ട്രീം ചെയ്യാം. അതുപോലെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ ഹൈ ഡെഫിനിഷനിൽ ടിവിയിലും കളി കാണാം. ടോസിന് മത്സരത്തിൽ വലിയ കാര്യമില്ലെന്ന് ക്യാപ്റ്റന്മാർ പുറമേക്ക് പറയുമെങ്കിലും ഡ്രസ്സിംഗ് റൂമിലെ യാഥാർത്ഥ്യം അതല്ല. ടോസ് എന്നത് മത്സരത്തിന്റെ ഗതിയെയും കളിക്കാരുടെ മാനസികാവസ്ഥയെയും മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് ഇത്തരം പിച്ചുകളിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് നൽകുന്ന ആനുകൂല്യം വളരെ വലുതാണ്. മുൻപ് നടന്ന ഒരു T20 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തകർത്തെറിഞ്ഞത് എന്നത് അവർക്ക് വലിയ മാനസിക മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നിരുന്നാലും T20 ക്രിക്കറ്റിൽ ആരെയും ദുർബലരായി കാണാൻ കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസണാണോ അതോ ഇഷാൻ കിഷനാണോ കൂടുതൽ അപകടകാരിയായ ബാറ്റർ? ഇന്ത്യ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ആവേശകരമായ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.